ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജി നോക്കാം. അപ്പോൾ ഇത് ലൈൻ റൊട്ടേഷൻ മെത്തഡോളജി, പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ നമുക്ക് ലൈൻ റൊട്ടേഷൻ മെത്തഡോളജി വഴി നമ്മൾ ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തഡോളജിയാണ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊജക്ഷൻസ് കിട്ടിയാൽ പ്രൊജക്ഷൻസിൽ നിന്നും ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തഡോളജിയാണ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജി. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ ഈ പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജി വഴിയുള്ള പ്രോബ്ലംസ് നമുക്ക് ആ ഒരു മെത്തഡോളജി വഴിയാണ് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ചില യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈൻ റൊട്ടേഷൻ വെച്ച് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മെത്തഡോളജി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ നമുക്കിപ്പോൾ ഇഫ് യു ഹാവ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്രൊജക്ഷൻസ്, നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ വി ഹാവ് എ ഡാഷ് ബി ഡാഷ് ആൻഡ് എ ബി രണ്ടും നമുക്ക് പ്രോബ്ലത്തിൽ നമുക്ക് അതിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കിപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ പ്രൊജക്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിന് ശേഷം നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് ഈ ലൈൻസിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. നമ്മൾ ഈ ലൈൻസിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് എ ഡാഷ് വന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിൻറ്റ് എന്തായിരിക്കും? എച്ച് ഡാഷ് ആണ്. അതുപോലെ ഈ എ ബി വന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിൻറ്റ് വിൽ ബി വി, അത് വി യു ആണ്. ഇപ്പോൾ നമ്മളിതിനെ ഫർദറായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, ലൈൻസിനെ മുകളിലേക്കും താഴേക്കുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, അതായത് ഈ എച്ച് ഡാഷിൽ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ച് അത് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് എച്ച് ടിയും വി നമ്മൾ ഇങ്ങോട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് വി ടിയുമായിരിക്കും. അപ്പോൾ വി ടി എച്ച് ഡാഷ് എച്ച് ടി, അങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾസിനകത്ത് വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. അതായത് എച്ച് ഡാഷ് വി ടി എ ഡാഷ് ബി ഡാഷ് എന്നിവ കൊളീനിയറാണ്. അതുപോലെ എച്ച് ടി വി എ ബി ഇതും കൊലീനിയറാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം, അതാ ട്രൂ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം, നമ്മൾ ഈ എ ഡാഷിൽ നിന്നും ബി ഡാഷ് അതുപോലെ എ ബിയിൽ നിന്നും നമ്മൾ ഓരോ റൈറ്റ് ആംഗിൾഡ് ലൈൻസ് വരയ്ക്കും, പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കും. സോ യു ഡ്രോ ജസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻസ് ഫ്രം എ ഡാഷ് ബി ഡാഷ് ആൻഡ് എ ബിയിൽ നിന്നും നമ്മൾ വരയ്ക്കുക. ഈ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വി ടേക്ക് ദിസ് ഡിസ്റ്റൻസ്, അതായത് എക്സ് വൈയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ്, എക്സ് വൈയിൽ നിന്നും എയിലേക്ക് ഉള്ള ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് എ ഡാഷിൽ നിന്നും ഒരു പോയിന്റ് മാറിക്കുക. അത് ഓർത്ത് അത് ശ്രദ്ധയിലിരിക്കുക. എക്സ് വൈയിൽ നിന്നും എ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് എ ഡാഷിൽ നിന്നും ആ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് വരയ്ക്കും, അതാണ് എ. അതുപോലെ എക്സ് വൈ ലൈനിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഈ പെർപെൻഡിക്കുലർ ലൈനിൽ നമ്മൾ ഒരു പോയിന്റ് വരയ്ക്കുക, അതാണ് ബി. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യും, യു ജോയിൻ ദീസ് ടു. ഇത് നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ എക്സ് വൈയിൽ നിന്നും എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക, ഒരു പോയിന്റ് വരയ്ക്കുക, അത് എ. അതുപോലെ ബി ഡാഷിൽ നിന്നും എക്സ് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് വരയ്ക്കുക, ബി. ഇനി ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യും, അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ താഴെയും കിട്ടി. സോ ദീസ് ഡിസ്റ്റൻസസ് വിൽ ബി ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ഡിസ്റ്റൻസുകൾ നമ്മൾ മെഷർ ചെയ്യണം. നമ്മൾ ആക്ച്വലി കറക്റ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ടും നമുക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടി. അതായത് എന്താണ്, എക്സ് വൈയിൽ നിന്നും എ ഡാഷ് ഒരു ഡിസ്റ്റൻസ് എടുക്കുക, അത് എയിൽ നിന്നും വരച്ച് പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യുക. എക്സ് വൈയിൽ നിന്ന് ബി ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് ബിയിൽ നിന്ന് വരച്ച് പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ കിട്ടി. അതുപോലെ എക്സ് വൈയിൽ നിന്നും എ വരെയുള്ള ഡിസ്റ്റൻസ് എ ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്താൽ എ കിട്ടി. എക്സ് വൈയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ്
എക്സ് വൈയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ബി ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈനിൽ മാർക്ക് ചെയ്താൽ നമുക്ക് ബി കിട്ടി. അപ്പോൾ നമുക്ക് നമ്മൾ ജോയിൻ ചെയ്താൽ വി ഗെറ്റ് ദ ട്രൂ ലെങ്ത്. അപ്പോൾ നമുക്ക് 2 ട്രൂ ലെങ്ത് ലൈൻസ് കിട്ടും. ഇനി നമുക്ക് വേണ്ടതാണ് നമുക്ക് ഇൻക്ലിനേഷൻസും കൂടെ വേണം. അപ്പോൾ ഇൻക്ലിനേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ എയിൽ നിന്നും ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. If you extend it correctly, if you are drawing it correctly, this line will come and intersect at the point VT പോയിന്റിൽ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഈ VT പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ അത് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ എന്ന് പറയുന്നതാണ് ഫൈ. ഓക്കെ, ഈ ഫൈ എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ടോപ്പ് വ്യൂവിൽ നമുക്ക് കിട്ടുന്ന ഇൻക്ലിനേഷൻ, ലൈൻ മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ആയിരുന്നു ഫൈ. അത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? ഫ്രണ്ട് വ്യൂവിൽ അറ്റ് VT. ഇനി നമ്മൾ ഈ ട്രൂ ലെങ്ത് ലൈൻ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു എക്സ്റ്റെൻഡ് ഇറ്റ് കറക്റ്റ്ലി ഇറ്റ് വിൽ കം, ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരും. സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വന്ന് അത് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എച്ച് ടിയിലായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുക. അപ്പോൾ എച്ച് ടിയിൽ ക്യാപിറ്റൽ എ ബിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും, തീറ്റ അറ്റ് എച്ച് ടി. അതുപോലെ വി ടിയിൽ എ ബിയും എ ഡാഷ് ബി ഡാഷും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈയും ആയിരിക്കും. അപ്പോൾ നമുക്ക് തീറ്റ ഫൈ ആംഗിൾസ് നമുക്ക് നമുക്ക് റിലേഷൻസ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ നമ്മൾ കണ്ടത് തീറ്റ ഫൈ ആംഗിൾസ് വേർ ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരുന്നു, ഇത് തിരിച്ചായിരുന്നു. അതായത് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കിട്ടുന്ന ആംഗിളായിരുന്നു തീറ്റ, ടോപ്പ് വ്യൂവിൽ നമുക്ക് കിട്ടുന്ന ആംഗിളായിരുന്നു ഫൈ. പക്ഷേ ഇവിടെ നമുക്കത് തിരിഞ്ഞാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കാരണം ഇറ്റ്സ് എ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. So here we get phi at VT as an angle between the true length line AB and the projection A dash B dash. അതുപോലെ we get the angle theta as the angle at HT as the angle between true length line AB and projection, top view projection AB. അപ്പോൾ നമുക്ക് ആംഗിൾസ് കിട്ടി, നമുക്ക് ട്രൂ ലെങ്ത് ലൈൻസും നമുക്ക് കിട്ടി. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ല ഈ മെത്തഡോളജി. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ്. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. കാരണം നേരത്തെ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി എനിക്കൊരു പ്രോബ്ലം സജസ്റ്റ് ചെയ്തു. കാരണം അപ്പോൾ അത് ആ പ്രോബ്ലം നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജി വഴി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു മെത്തഡോളജി മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം ആസ് എൻ എക്സാമ്പിൾ. ഓക്കെ, പ്രോബ്ലം ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് എനിക്ക് തോന്നുന്നത് 2017 മറ്റോ 2017 ആണെന്ന് തോന്നുന്നു. 2017 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. പാർട്ട് എയിലത് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങളുടെ ക്ലാസ്സിലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് അയച്ചു തന്നെയാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ പറയുന്നത് ഇതാണ്: എ ലൈൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് 45 degree to vertical plane has its ends 20 mm and 50 mm above HP. Length of its front view is 70 mm and its VT is 10 mm above HP. Draw its projections, find its true length, true inclination with HP and locate its traces. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ലൈൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് 45 degree to VP. ലൈൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് 45 degree. The inclination to VP is always phi. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ആ പ്രോബ്ലം നമ്മൾ നേരത്തെ അതിൻ്റെ മെത്തഡോളജിയിൽ നമ്മൾ കണ്ടു. ഫൈ എവിടെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കണ്ടു, ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫൈ തന്നിട്ടുണ്ട്, 45 degree തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എൻസ് 20 mm ആൻഡ് 50 mm എബോവ് HP. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ പ്രൊജക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? എ ഡാഷ് 20 mm എബോവ് HP, ബി ഡാഷ് 50 mm എബോവ് HP. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എ ഡാഷും ബി ഡാഷിൻ്റെയും പ്രൊജക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് വെർട്ടിക്കൽ ട്രേസ്. വെർട്ടിക്കൽ ട്രേസ് ഈസ് 10 mm എബോവ് HP എന്നും തന്നിട്ടുണ്ട്. വെർട്ടിക്കൽ ട്രേസിൻ്റെയും ഒരു ലോക്കസ് തന്നു. ഇനി ഇതിൻ്റെ പ്രൊജക്ഷൻസ് കണ്ടുപിടിക്കണം, ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം, ട്രൂ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ലൈൻ റൊട്ടേഷൻ മെത്തഡോളജി വഴി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് ചില ഡാറ്റാസ് നമുക്ക് മിസ്സിംഗ് ആണ്. നമുക്ക് ടോപ്പ് വ്യൂ പ്രൊജക്ഷൻസിലെ ഡിസ്റ്റൻസുകൾ അറിയത്തില്ല. എൻ്റെ എയുടെയോ എൻ്റെ ബിയുടെയോ പോയിൻറ്റ്സ് എ ബിയുടെ ടോപ്പ് വ്യൂ പ്രൊജക്ഷൻസിലുള്ള മെഷർമെൻറ്റ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അതുപോലെ അതിൻ്റെ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. നമുക്ക്
ഫ്രണ്ട് വ്യൂയിലുള്ള ആംഗിൾസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറേ ഡാറ്റ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് ലൈൻ റൊട്ടേഷൻ മെത്തഡോളജി വഴി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുക ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജി വഴി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ നമുക്ക് ഇത് പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജി വഴി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, നമുക്ക് എക്സ് വൈ ലൈൻ വരയ്ക്കുക. എക്സ് വൈ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് എ ഡാഷ് ഈസ് എത്രയാണ് 20 mm എബോവ് എച്ച് പി, 20 mm എബോവ് എച്ച് പി. അതുപോലെ ബി ഡാഷ് ഈസ് 50 mm എബോവ് എച്ച് പി. അപ്പം നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്യും ഈ ലൈൻസ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ പ്രൊജക്ഷൻ നമുക്ക് കിട്ടി. ഫ്രണ്ട് വ്യൂ പ്രൊജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ്, നമുക്ക് പിന്നെ ഒരു ഡേറ്റയും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ദ വെർട്ടിക്കൽ ട്രേസ് ഈസ് 10 mm എബോവ് എച്ച് പി. വെർട്ടിക്കൽ ട്രേസ് 10 mm എബോവ് എച്ച് പി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 10 mm നമുക്കൊരു ലോക്കസ്, ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ ലൈൻ താഴേക്ക് എ ഡാഷ് എന്നുള്ള ലൈൻ താഴേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണ്, എച്ച് ഡാഷ് അല്ലേ, എച്ച് ഡാഷിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ വെർട്ടിക്കൽ ട്രേസിൻ്റെ ലോക്കസ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്, വി ടിയുടെ ലോക്കസ് ലൈൻ. ആ വി ടിയുടെ ലോക്കസ് ലൈനിൽ ഈ എ ഡാഷിൽ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതായിരിക്കും, ഈ പോയിൻ്റ് ഏതായിരിക്കും, വി ടി ആയിരിക്കും. കാരണം നമ്മൾ വി ടിയിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് വന്ന് എക്സ് വൈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്, വി. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ എച്ച് ടി നമുക്കിപ്പോൾ വരയ്ക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ടോപ്പ് വ്യൂ പ്രൊജക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ വേറൊരു കാര്യം തന്നിരിക്കുന്നു, അതായത് ഫൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈ വാല്യൂ 45 ഡിഗ്രി ആണെങ്കിൽ വി ടി പോയിന്റിൽ നിന്നും എ ഡാഷ് ബി ഡാഷും ട്രൂ ലെങ്ത് ലൈനും ഇടയിൽ വരുന്ന ആംഗിളാണ് ഫൈ. നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തഡോളജിയിൽ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഈ വി ടിയിൽ നിന്നും എ ഡാഷ് ബി ഡാഷിനെ റെഫറൻസ് ആക്കിക്കൊണ്ട് നമ്മൾ 45 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. യു ഡ്രോ എ ലൈൻ അറ്റ് 45 degree with reference to A dash B dash at the point from the point VT point 45 degree ഒരു ലൈൻ വരച്ചു. ഈ 45 ഡിഗ്രി ലൈനിലേക്ക് എ ഡാഷിൽ നിന്നും എ ഡാഷിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതുപോലെ ബി ഡാഷിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ദിസ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ലൈൻ കേട്ടോ, ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കണം. ഇത് ഞാൻ വരച്ചത് ശരിയായിട്ടില്ല. യു ഷുഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ലൈൻസ് ഈ 45 ഡിഗ്രിയിൽ വരച്ച ലൈനിലേക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് വന്ന് ഈ പെർപെൻഡിക്കുലർ ലൈൻസ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയായിരിക്കും, എ ആൻഡ് ബി. സോ ദിസ് വിൽ ബി ദ ട്രൂ ലെങ്ത് ലൈൻ. ഇത് ട്രൂ ലെങ്ത് ലൈൻ ആയിരിക്കും, ഇത് ട്രൂ ലെങ്ത് ലൈനാണ്. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ കിട്ടി. ഇനി നമുക്ക് ടോപ്പ് വ്യൂ പ്രൊജക്ഷൻസ് വരയ്ക്കണം. അപ്പോൾ ഇനി നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ പ്രൊജക്ഷനാണ് ഇനി വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ കിട്ടി, എ ബി കിട്ടി. നമുക്ക് നമുക്ക് അതിൽ നിന്ന് ടോപ്പ് വ്യൂ പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താണ്, എ ഡാഷിൽ നിന്നും ബി ഡാഷിൽ നിന്നും 2 ലൈൻസ് താഴേക്ക് വരയ്ക്കുക. ഇനി നമുക്ക് നേരത്തെ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിനനുസരിച്ച് നമുക്കറിയാം, അതായത് ദ ഡിസ്റ്റൻസ് ഫ്രം XY line to A dash, the distance the distance from A dash to A and B dash to B. ഈ 2 ഡിസ്റ്റൻസ് will be the distance from the XY lines to A and B. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഈ ജസ്റ്റ് ലെങ്ത് മെഷർ ചെയ്താൽ മതി. അത് എ ഡാഷ് ടു എയും ബി ഡാഷ് ടു ബിയും ഉള്ള ഈ ലെങ്ത്തുകൾ നമ്മൾ മെഷർ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസുകൾ ഇവിടെ മാർക്ക് ചെയ്യുക, എ ബി ഡാഷ് ടു ബി. അപ്പോൾ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ 2 പ്രൊജക്ഷൻസ്, അതായത് ടോപ്പ് വ്യൂ പ്രൊജക്ഷൻസ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ പ്രൊജക്ഷൻസായി. ഇനി നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്, ഇതിൻ്റെ ട്രൂ ലെങ്ത് ലൈനാണ്. ട്രൂ ലെങ്ത് ലൈൻ ഇനി കിട്ടാൻ വേണ്ടി നമുക്ക് എന്താണ്, നമുക്ക് ഇവിടുന്ന് നമ്മൾ റൈറ്റ് ആംഗിൾസ് ലൈൻസ് വരയ്ക്കുക, ലൈൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് വരയ്ക്കുക.
വരച്ചതിന് ശേഷം നമ്മൾ മുകളിൽ, അതായത് നമ്മൾ ഇവിടെ ഉള്ള ഡിസ്റ്റൻസ്, അതായത് എക്സ് വൈ ടു എ ഡാഷ്, എക്സ് വൈ ടു ബി ഡാഷ്, ഈ ഡിസ്റ്റൻസുകൾ എടുത്തിട്ട് അത് ഇവിടെ മാർക്ക് ചെയ്യും. എ ബി, അപ്പോൾ അത് നമ്മൾ ജോയിൻ ചെയ്യും. എയും ബിയും തമ്മിൽ, ഇത് ഫിഗേഴ്സ് ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ്. ബിയും ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആ വാല്യൂസും കിട്ടി. ഇനി നമ്മൾക്ക് വേണ്ടതാണ്, നമുക്ക് ട്രൂ ലെങ്ത് ലൈൻസ്, ഈ ട്രൂ ലെങ്ത് ലൈനും ഈ ലൈനും തമ്മിൽ ഈക്വൽ ആയിരിക്കും. ദേ വിൽ ബി ഹാവിങ് ദി സെയിം മെഷർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഇതിൻ്റെ സെയിം മെഷർമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. ഇതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ഇനി ഇതിൻ്റെ ഇൻക്ലിനേഷൻ കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമാണ്. നമ്മൾ എ ഡാഷ്, എയെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, നമുക്ക് അറിയാം. എയെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതും എയും എ ബിയും നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ലൈനിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത എച്ച് ടി ആയിരിക്കും. അപ്പോൾ ഈ എച്ച് ടി പോയിന്റിൽ വന്നായിരിക്കും ഈ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുക. എ ബി എന്ന് വരയ്ക്കുന്ന ലൈനും എ ബി എന്ന് വരയ്ക്കുന്ന, അതായത് ടോപ്പ് വ്യൂ പ്രൊജക്ഷനിൽ നിന്ന് വരയ്ക്കുന്ന ലൈനും ക്യാപിറ്റൽ എ ബി എന്ന് വരയ്ക്കുന്ന ലൈനും രണ്ടും വന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ എച്ച് ടിയിലായിരിക്കും. അപ്പോൾ എക്സ് ടിയുടെ ഈ ഒരു ആംഗിളായിരിക്കാം തീറ്റ. ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. അതായത് നമുക്ക് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ പ്രൊജക്ഷൻസ് കിട്ടി, ട്രൂ ലെങ്ത് ലൈൻസ് വരച്ചു, നമുക്ക് ഇൻക്ലിനേഷൻസ് കിട്ടി. 5 നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു, 45 എന്നറിയാമായിരുന്നു. തീറ്റ നമുക്കിവിടെ തീറ്റയുടെ വാല്യൂ മെഷർ ചെയ്യുക. എച്ച് ടി ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടി, വെർട്ടിക്കൽ ട്രേസ് കിട്ടി. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് ഈ പറയുന്ന പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വഴി നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾ ആ മെഷർമെൻറ്റ് അനുസരിച്ച് വരച്ച് നോക്കുക. അപ്പോൾ അതനുസരിച്ച് ഫിഗർ എങ്ങനെ വരുമെന്ന് നോക്കുക. എന്നിട്ട് എനിക്ക് അത് ഷെയർ ചെയ്യുക, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.